മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത് നിരവധി ഭീകരർ ഗാസയിൽ തമ്പടിച്ചതായി ഇസ്രയേൽ. അൽ ജസീറ ലേഖകൻ അനസ് അൽ ഷരീഫിനൊപ്പം കൊല്ലപ്പെട്ട 4 പേരും ഭീകരരെന്നും ഇസ്രയേൽ പറയുന്നു. അനസ് അൽ ഷരീഫ് ഹമാസിൽ നിന്ന് ശമ്പളം പറ്റിയതായുള്ള തെളിവുകൾ ഇസ്രയേൽ പുറത്തുവിട്ടു. ഇക്കഴിഞ്ഞ ദിവസം ഗാസയിൽ നടന്ന സൈനിക നടപടിയിലാണ് 5 അൽ ജസീറ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടത്. ഇവർക്കെല്ലാം ഹമാസുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് ഇസ്രയേൽ അറിയിക്കുന്നത്. അൽ ജസീറ മാധ്യമപ്രവർത്തകൻ അനസ് അൽ ഷരീഫ് ഹമാസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതായി സ്വന്തം ടെലഗ്രാം ചാനലിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലപ്പെട്ട 4 പേരും ഭീകരരെന്നും ഇസ്രയേൽ പറഞ്ഞു. മറ്റൊരു ലേഖകനായ മുഹമ്മദ് ഖുറൈഖ്, ക്യാമറാമാൻമാരായ ഇബ്രാഹിം സഹേർ, മുഹമ്മദ് നൌഹൽ, മോമീൻ അലൈവ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. നേരത്തെ അനസ് അൽ ഷരീഫ് ഹമാസ് പോരാളിയായി തുടർന്നതിന്റെ ശമ്പള വിവരങ്ങളും മറ്റും പുറത്തുവന്നിരുന്നു. ആക്രമണം നടന്ന ഉടൻ തന്നെ ഇസ്രയേൽ പ്രതിരോധ സേന ഇവരുടെ ഭീകരബന്ധം സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തുവിട്ടിരുന്നു. ഇത്തരത്തിൽ ഹമാസ് അനുകൂലികളും ഭീകര സ്വഭാവം പുലർത്തുന്നവരും ഗാസയിൽ മാധ്യമപ്രവർത്തകരായി തുടരുന്നുണ്ടെന്നും ഇസ്രയേൽ അറിയിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.